പപ്പ ഇന്നലെ ആഹാരം കഴിച്ചില്ലേ? ഇല്ല. മിനിഞ്ഞാന്നോ? ഇല്ല. എത്ര ദിവസമായി ആഹാരം കഴിച്ചിട്ട്? 4-5 ദിവസമായി. പപ്പാക്ക് വിശക്കുന്നില്ലേ? പപ്പാക്ക് വിശക്കുന്ന മമ്മിയോട് ചോറെടുക്കാൻ പറ. മമ്മി, പപ്പാക്ക് ചോറ്. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? ചെല്ല്. ഈ മമ്മി എപ്പോഴും ഇങ്ങനെ. ഇതെന്താ ഇത്? ചോറ്. ആർക്ക്? സുഖേട്ടന്. എനിക്ക് നല്ല വിശപ്പുണ്ട്. അറിയാം. ഇന്നെല്ലാം കുറച്ച് കഴിച്ചാൽ മതി. സുഖേട്ടന്റെ അമ്മ പറഞ്ഞു, അച്ഛൻ നിരാഹാരം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോ എല്ലാം ഇൻസ്റ്റാൾമെന്റ് ആയിട്ടേ കൊടുക്കാറുള്ളൂ, അല്ലെങ്കിൽ ആവേശം വരും അത്രേ. ഉണ്ണി എവിടെ? അവൻ സോഫയിൽ കിടന്നുറങ്ങി. ആ, അവൻ ഇന്ന് അവിടെ കിടന്നോട്ടെ. എനിക്കിന്ന് സുഖമായിട്ടൊന്ന് ഉറങ്ങണം. 4-5 ദിവസത്തെ ഉറക്കം ബാക്കിയുണ്ട്. താരാട്ട് പാടണോ? നല്ല മണം. മുല്ലപ്പൂന്റെ? ഉം. അതെ, ഉം. എനിക്ക് നിന്റെ അടുത്ത് കിടന്ന് ശീലമായി പോയതുകൊണ്ടേ ആ. നിരാഹാരം കിടന്നപ്പോഴും ഉറക്കത്തിൽ എന്റെ കൈ അറിയാതെ ഇങ്ങനെ തപ്പി തപ്പി പോകും. ദേ കൈമാറ്റിക്കേ. 4-5 ദിവസമായി പട്ടിണി കിടന്ന് ആകെ ക്ഷീണിച്ചിരിക്കുക. ആ, പട്ടിണി കിടന്നുകൊണ്ടാണ്. അതല്ല, സുഖേട്ടൻ ആരോഗ്യം നോക്കണം. അതുകളാ, ഒരു രാജ്യം ഭരിക്കാനുള്ള ആരോഗ്യം തൽക്കാലം എനിക്കുണ്ട്. അങ്ങനെ ഇപ്പൊ ഭരിക്കണ്ട. ശ്ശോ. വാവയുടെ ഈ സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെടാത്തത്. 5 ദിവസം കഴിഞ്ഞ് വീട്ടിൽ വരുന്നവനാ ഞാൻ. എനിക്ക് പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വേഷം ഇടുക, തലയിൽ മുല്ലപ്പൂ ചൂടുക, താരാട്ട് പാടാമെന്ന് പറയാ. പിന്നെ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? അല്ലെങ്കിൽ നയം നേരത്തെ വ്യക്തമാക്കിയിരിക്കണം. ഇങ്ങ് വാ. വരണം PS. ചുമ്മാ പട്ടിണി കിടന്ന ആരോഗ്യം കളഞ്ഞിട്ട് സുഖേട്ടന് എന്താ പ്രയോജനം? നീ കണ്ടോ, അടുത്ത ഇലക്ഷന് എനിക്കൊരു സീറ്റ് ഉറപ്പാ. നിന്നാ ഞാൻ ജയിക്കും, ജയിച്ചാ മന്ത്രിയാവും. സംശയിക്കണ്ട. അങ്ങനെ ഒരു നല്ല കാലം കൂടെ ഭാവം ചിന്തിച്ചു നോക്ക്. എന്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എത്ര രൂപ ഞാൻ നമ്മളെ നിന്ന് വാങ്ങിച്ചിരിക്കുന്നേ? 1500. എന്നാ വാങ്ങിച്ചേ? മാർച്ച് 12-ാം തീയതി. നമ്മളെ എത്ര വാങ്ങിച്ചത്? 2500. അതെന്നാ വാങ്ങിച്ചേ? സെപ്റ്റംബർ 4-ാം തീയതി. അത് ശരി. അപ്പൊ എന്തുകൊണ്ട് നിങ്ങളാണ് ആദ്യത്തെ പരിഗണന അർഹിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാര്യം പരിഗണിക്കുള്ളൂ കേട്ടോ. കടം തീർക്കാനുള്ളതാണ്. എനിക്കൊരു 2 ആഴ്ചത്തെ സാവകാശം തരണം. പാർട്ടിയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് വാങ്ങിച്ചത്. അപ്പോ ഞാൻ എന്റെ നിലപാട് വ്യക്തമാക്കി. ഇനി നിങ്ങൾ നിങ്ങളുടെ നയം വ്യക്തമാക്കണം. 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാം. ഓക്കെ. എന്നോട് ആരും ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. എന്റെ കുടുംബത്തിൽ ഒരു ജപ്തി നോട്ടീസ് വരുന്നത് ഇത് ആദ്യമായിട്ടാണ്. അച്ഛാ, വത്സലയുടെ പേരിലുള്ള സ്വത്ത് വത്സലയുടെ ഭർത്താവ് നടത്തിയ ഇടപാട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ അവൾ എന്റെ മോളാ. അവളെ ഇങ്ങനെ വഴിയാധാരമാക്കാൻ അവളുടെ ഭർത്താവായാലും ശരി ഞാൻ അനുവദിക്കാനാ. പറയുമ്പോ 2 ആമക്കളുണ്ട് താടി പോലെ. ഒരു IAS കാരനും ഒരു കോൺട്രാക്ടർ. എന്താ പ്രയോജനം? ഇതുവരെ ഞാൻ ക്ഷമിച്ചു. എനിക്ക് അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണം. അത് അച്ഛന് മുമ്പേ ഞാൻ തീരുമാനിച്ചതാ. ഞാൻ അവളുടെ ട്രാൻസ്ഫർ ഓർഡർ വാങ്ങിച്ചു കഴിഞ്ഞു. നാളെ നമ്മൾ ഒരുമിച്ച് പോകുന്നു, അവളെ വിളിച്ചോണ്ട് വരും. ഇതെന്തോന്ന് സമ്പ്രദായം? രണ്ടിലൊന്നും ഞങ്ങൾക്ക് ഇപ്പൊ അറിയണം. അവധി കേട്ട് മതിയായി. എപ്പോ ചെന്നാലും അയാൾ നയം വ്യക്തമാക്കാന്ന് പറയുന്നു. അതാ ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. നിങ്ങൾ ബഹളം ഉണ്ടാക്കാതെ, ഇത് കോളേജാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടാനുള്ള പണത്തിന് എവിടെ പോണം? ഇനി പണത്തിന് വേണ്ടി ഞങ്ങൾ അയാളെ കാണുന്ന പ്രശ്നമില്ല. കാശിന് വേണ്ടി ഞങ്ങൾ ഇനി ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞാൽ മതി.
നിങ്ങളൊരു കാര്യം ചെയ്യൂ, അടുത്ത വെള്ളിയാഴ്ച വരൂ, എല്ലാം ഏർപ്പാടാക്കാം. ഒരു കാര്യം പറഞ്ഞേക്കാം, ഞങ്ങളെ ഇനി മെനക്കെടുത്തരുത് കേട്ടോ. ശരി ശരി. പാടൂ. എന്താ എന്താ എല്ലാവരും കൂടി നിൽക്കുന്നേ? ക്ലാസ് പോ. ആകെ നാണക്കേടായി. ഇതിൽ ഞാൻ വത്സലയെ കുറ്റപ്പെടുത്തും. ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കണം. എത്രയെന്ന് വെച്ചാ പറഞ്ഞ് മനസ്സിലാക്ക. കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ കോളേജ് വരുമ്പോ വീട്ടിലിട്ട് പൂട്ടിയിട്ട് വരണം. ഒരു കാര്യം ഞാൻ പറയാൻ വത്സലേ, ഭർത്താവിന്റെ ബാധ്യതകളെ പറ്റി ഭാര്യ നിർബന്ധമായി അറിഞ്ഞിരിക്കണം. വത്സലയുടെ ഹസ്ബൻഡ് രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞ് നാട് മുഴുവൻ കടം വാങ്ങിക്കുക. എന്താ ഇതിനൊക്കെ അർത്ഥം? ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ്. സുഖേട്ടൻ കടം വാങ്ങിയ ആൾക്കാർ കോളേജിൽ ഒന്ന് ബഹളം ഉണ്ടാക്കിയ എനിക്കാ മാനക്കേട്. എല്ലാം നമുക്ക് ശരിയാക്കാവുന്നേ. ഇല്ല, ഇനി ഞാൻ ക്ഷമിക്കില്ല. എനിക്കറിയാലോ സുഖേട്ടൻ എന്തുമാത്രം കടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. നിനക്കറിയാവുന്ന കട എനിക്കുള്ളൂ. അല്ല, ഞാൻ പറയാം. എന്റെ ആഭരണങ്ങൾ മുഴുവൻ പണയത്തിലല്ലേ? കെട്ടുതാലി ഒഴിച്ച് എന്റെ കയ്യിലും കാലിലും കിടക്കുന്ന മുഴുവൻ മുക്കുകൊണ്ടോ? പാർട്ടിക്ക് വേണ്ടി പണയം വെച്ചതല്ലേ. എനിക്ക് എന്റെ ആഭരണങ്ങൾ തിരിച്ചു വേണം. എന്നെടുത്ത് തരും. 2 ആഴ്ചയ്ക്കാവും. സുഖേട്ടൻ ഇവിടെ ഇരിക്കൂ. ഭൂപണയ ബാങ്കിൽ പണയം വെച്ച എന്റെ വസ്തു അതിനുള്ള ഏർപ്പാടായിക്കൊണ്ടിരിക്കുകയാണ്. 1 മാസത്തിന് ശരിയാവും. എനിക്ക് ട്രാൻസ്ഫർ വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ട് എന്തായി? 2 മാസത്തിനും റെഡിയാവും. ഒരു സ്പെഷ്യൽ ഓർഡർ ഉണ്ടാക്കാനുള്ള ഏർപ്പാടാണ്. Mrs. Valsala Sukumaran will be transferred from Thiruvananthapuram to രണ്ടിലൊന്നും ഞങ്ങൾക്ക് അറിയണം. താൻ എന്റെ മകളുടെ ജീവൻ നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുക അല്ലേ? പ്രതിപക്ഷ ബഹുമാനമില്ലാതെ സംസാരിക്കുന്നു. നയാ പൈസക്ക് പോക്കില്ലാത്ത താനാണോടോ എന്റെ പ്രതിപക്ഷം? തടിമിടുക്ക് മാത്രം പോരാ, കഴിവും വേണം. എന്റെ പെങ്ങളുടെ ചെലവിൽ താൻ മാത്രമല്ല തന്റെ പാർട്ടിയെ കൂടെ താൻ തീറ്റിപ്പോറ്റുക. ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ജീവിതം മനസ്സിലാക്കാൻ കൂടി നിങ്ങൾക്ക് കഴിയണം. നാളെ അങ്ങ് മന്ത്രിയായി കളയുമെന്ന ഭീഷണിയായിരിക്കും. അത് ആനയ്ക്ക് മതവിളകുന്ന പോലെയുള്ളൂ. അവിടെ എവിടെയും തൊടാതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ എന്താ പ്രശ്നം? നെഞ്ചും വിരിച്ച് ചോദിക്കുന്നത് കേട്ടില്ലേ, എന്താ പ്രശ്നമെന്ന്? രാഷ്ട്രീയ പാരമ്പര്യമൊന്നും ഇല്ലെങ്കിലും അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരു തറവാടാണ് ഞങ്ങളുടേത്. അവിടെ ആദ്യമായിട്ടാ ഒരു ജപ്തി നോട്ടീസ് വരുന്നത്. വത്സലയുടെ സ്വത്ത് പണയം വെച്ച് താൻ തന്റെ പാർട്ടിയെ ഉദ്ധരിച്ചു. പക്ഷേ അത് വീട്ടാനുള്ള ചുമതലയും തനിക്കുണ്ട്. നിപ്പും നടപ്പും കണ്ട ഇന്ത്യ ഭരിക്കുകയാണെന്നാ എല്ലാവരുടെയും ധാരണ. എവളടക്കം. ആ ധാരണ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. മോക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാൻ ശുപാർശയുമായിട്ട് എൻ്റെ അടുത്ത് വരുമ്പോ നിങ്ങളുടെ ശബ്ദത്തിന് ഇത്രയും ഖനമില്ലായിരുന്നു. അധികാരം കയ്യിലുള്ളപ്പോൾ നിങ്ങൾക്കൊക്കെ ഞങ്ങളോട് വലിയ കാര്യമാണ്. നിങ്ങൾ സംസാരിക്കുന്നത് ഭാര്യയുടെ അച്ഛനോടാന്ന് ഓർക്കണം. അച്ഛൻ അച്ഛന്റെ സ്ഥാനത്ത് നിന്നില്ലെങ്കിൽ മരുമകന്റെ സ്ഥാനവും തെറ്റും. തെറ്റാൻ തന്നെയാ ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്റെ മകൾ അന്തസ്സായിട്ട് ജീവിക്കുന്നത് എനിക്ക് കാണണം. അല്ലെങ്കിൽ എനിക്ക് അവളെ രക്ഷിക്കണം. നിങ്ങൾ എങ്ങനെ രക്ഷിക്കുമെന്നായി പറയുന്നത്? അവൾ ഇനിയും തിരുവനന്തപുരത്ത് ജോലി ചെയ്യണ്ട. വേറെയും കോളേജ് കാണുമല്ലോ. അതിന് ട്രാൻസ്ഫർ കിട്ടണ്ടേ? അച്ഛാ, ട്രാൻസ്ഫറിന് സുഖേട്ടൻ ശ്രമിച്ചോണ്ടിരിക്കുകയാണ്. ശ്രമിച്ചോണ്ടിരിക്കയാണ് പോലും. ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നത് നീ ഒന്ന് വിശ്വസിക്കും. നിന്റെ ട്രാൻസ്ഫർ ഓർഡർ എന്നേ ശരിയായതാണെന്ന് അറിയാമോ? നങ്ങ്യാറുകുളങ്ങരയ്ക്ക് ഞങ്ങളെ ആർഡറും കയ്യിൽ വാങ്ങിച്ചോണ്ടാ വന്നിരിക്കുന്നത്. അത് ഇത്രയും നാൾ താമസിപ്പിക്കാൻ കാരണക്കാരൻ ആരാണെന്ന് നിനക്കറിയാമോ? നിന്റെ ഈ ഭർത്താവ് ഉദ്യോഗസ്ഥൻ. അനാവശ്യം പറയരുത്. താൻ ആരോടാണോ ഒച്ചെടുക്കുന്നത്? അയാൾ പൈസ വരേണ്ടോടോ എന്റെ യൂണിഫോമത്തിന്? നാട്ടുകാരുടെ കഴുത്തറുത്ത് പലിശ വാങ്ങിക്കുന്ന നിങ്ങൾക്ക് ഇതിന്റെ വില മനസ്സിലാവില്ല. പണം കൊണ്ടെല്ലാം നേടിയെന്നായിരിക്കും ധാരണ. പക്ഷെ നിങ്ങൾ ചത്താലുണ്ടല്ലോ ഒരു പൊട്ടി പോലും തിരിഞ്ഞു നോക്കൂ. തന്നോട് പറഞ്ഞു ജയിക്കാൻ പറ്റില്ല. കാരണം താൻ നശിക്കാൻ വേണ്ടി ജനിച്ചവനാ. താൻ മാത്രമല്ല, തന്റെ തന്തയും അങ്ങനെ തന്നെയായിരുന്നു. എന്റെ തന്തയ്ക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തനം അങ്ങേ അച്ഛൻ ക്ഷമിക്കും. പക്ഷേ കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും പഴയ സുകുമാരനാ. ആറ്റുപുറത്ത് പരമേശ്വരൻ നായർ മകൻ സുകുമാരൻ. ഒന്നുകളല്ലാത്ര ഞാൻ. അച്ഛന് സന്തോഷമായി മോളെ. എനിക്കിത് വരണം. എന്റെ മകളുടെ വീടാണെന്ന് കരുതിയാണ് ഞാൻ ഇവിടെ കയറി വന്നത്. ഇതൊരു പാർട്ടി ഓഫീസാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. മുങ്ങിത്താഴുന്ന ഒരു കപ്പലിലാണ് നീ. രക്ഷിക്കാൻ വന്നവരാണ് ഞങ്ങൾ. ഇതാ നിന്റെ ട്രാൻസ്ഫർ ഓർഡർ. 12-ാം തീയതിക്ക് മുമ്പ് ജോയിൻ ചെയ്യണം. പക്ഷെ ഇനി ഒരു നിമിഷം ഞങ്ങൾ ഇവിടെ നിൽക്കില്ല. ഒരു തീരുമാനം നീ ഇപ്പൊ തന്നെ എടുക്കണം. വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങളോടൊപ്പം ഇറങ്ങണം. ഞങ്ങൾ വണ്ടിയിൽ വെയിറ്റ് ചെയ്യും. വരാ.
രാഷ്ട്രീയത്തിൽ ഹൃദയമില്ലെന്ന് സുഖേട്ടൻ പറഞ്ഞത് ഇപ്പൊ എനിക്ക് മനസ്സിലായി. സുഖേട്ടന് ഹൃദയമില്ല. എന്റെ ട്രാൻസ്ഫർ ഓർഡർ ക്യാൻസൽ ചെയ്തിട്ട് ഈ നിമിഷം വരെ എത്ര ഭംഗിയായി സുഖേട്ടൻ എന്റെ മുമ്പിൽ അഭിനയിച്ചു. അവൾ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തും പറഞ്ഞ് മനസ്സ് മാറ്റാനുള്ള വാക്സാമർത്ഥ്യം അവനുണ്ട്. ഞാൻ ചെയ്ത എല്ലാം ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മാവ എന്നെ മനസ്സിലാക്കണം. വേണ്ട, എന്റെ ഭാഗത്തൊന്നും ചിന്തിച്ചൂടെ? ലോകം മുഴുവൻ ഭരിക്കാൻ എനിക്ക് കഴിയും. പക്ഷേ വീട്ടിലെത്തുമ്പോ എന്റെ ഭാവ വേണം. അത് സുഖേട്ടന്റെ സ്വാർത്ഥതയാണ്. പക്ഷെ എനിക്കൊരു കുഞ്ഞുണ്ട്. എനിക്കല്ല, നമുക്ക് എന്നല്ലേ നീ പറയാറ്? പക്ഷെ തൽക്കാലം ആ കുഞ്ഞ് എന്റേത് മാത്രമായിരിക്കാണ്. സുഖേട്ടന് ഞാൻ പ്രശ്നമല്ല, എന്റെ കുഞ്ഞും പ്രശ്നമല്ല. ഈ ഇട്ടിരിക്കുന്ന വെള്ള വസ്ത്രത്തിന്റെ വൃത്തിശുദ്ധി മാത്രമേ പ്രശ്നമുള്ളൂ. എന്റെ കുഞ്ഞിന്റെ ഭാവിക്ക് വേണ്ടിയെങ്കിലും എനിക്ക് പോയേ പറ്റൂ. നിനക്കങ്ങനെ പോകാൻ പറ്റുമോ അവേ? പോയേ പറ്റൂ. 12-ാം തീയതിക്കുള്ളിൽ എനിക്ക് കോളേജിൽ ജോയിൻ ചെയ്യണം. ജീവിതത്തിന്റെ പകുതിയായി സുഖേട്ട. ഇതുവരെ സുഖേട്ടൻ പറയുന്നത് എന്ത് ഞാൻ തലകുലിക്ക് സമ്മതിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഇനി മുതൽ സുഖേട്ടൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നോടൊപ്പം വരിക. ആരുടെയും ശല്യമില്ലാതെ കുറച്ചു നാളെങ്കിലും നമുക്ക് സമാധാനമായി ജീവിക്കാം. പാവ പോയിക്കോളൂ. സുഖേട്ടൻ വരുന്നില്ലേ? ഇല്ല. എങ്കിൽ പോകുന്ന വഴിക്ക് ഞാൻ മോനെ വിളിച്ചോണ്ട് പോകും. ഓക്കെ. ഈ ഓക്കയ്ക്ക് എത്ര അർത്ഥമുണ്ട്? ഒരർത്ഥേ ഉള്ളൂ. കാരണം പറയുന്ന രാഷ്ട്രീയക്കാരനല്ല, പാവയുടെ സുഖേട്ടന.